ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ലോകത്തിൽ ഒരു എന്താ പറയുക, ഒരു കപ്പിളിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു മൊമെൻ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന കണക്ക് ഒരു കുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നറിയുന്ന ആ ഒരു പ്രത്യേക മൊമെൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ചിലവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലായിരിക്കും അവരുടെ കുഞ്ഞ് കടന്നു വരുന്നതെന്ന് പറയുന്നത്. ചിലവരാണെങ്കിൽ നമ്മൾ തന്നെ എത്രയോ ആൾക്കാരെ കണ്ടുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ നോറ്റ് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുക എന്തെങ്കിലും ഉണ്ടാവുമോ. കുറേ പേരുടെ കമൻറ്റിലൂടെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് സങ്കടം തോന്നാറുണ്ട്. കാരണം ഒരുപാട് ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന മാതാപിതാക്കളുണ്ട്, ഇപ്പം കളഞ്ഞിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ ആ കാണുന്ന സമയത്ത് ഇവരൊക്കെ വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട്, ഒരു കുഞ്ഞിന് വേണ്ടി ഞാൻ ഇത്രയും കാലമായിട്ട് കാത്തിരിക്കുക. ആ സമയത്ത് തോന്നിപ്പോ ഈ കൊല്ലുന്നവർക്കൊക്കെ ഈ കുഞ്ഞില്ലാത്തവർക്ക് കൊടുത്തുകൂടെ എന്ന് തോന്നിപ്പോകാറുണ്ട്. അപ്പം അത്രയും പ്രീഷ്യസ് മൊമെൻ്റ് ആണ് ഒരു ഈ പറയുന്ന അമ്മയെയും അച്ഛനെയും സംബന്ധിച്ചിടത്തോളം. അപ്പം ഡാനി ഡേയ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കാണാനിടയായി. ഇതിന് മുമ്പ് അവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്, അത്ര വലുതൊന്നുമല്ല, കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുച്ചി അച്ചു എന്നാണ് പേര്, അയാളുടെ പേര് ഡാനി എന്നാണ്. അപ്പോൾ അവർ ഈ പറയുന്ന ഒരു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് രണ്ടാമതൊരു കുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാണ്. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും കൂടുതൽ തുര ഈ പറയുന്ന വ്യൂസ് കിട്ടുന്നത് ഇങ്ങനെ ഈ ഒരു പീരീഡിലാണ്. ഇവർക്ക് കല്യാണം, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡെലിവറി, പ്രഗ്നൻസി പീരീഡ്, ഡെലിവറി, കുഞ്ഞ് ജനിച്ച് അതിനുശേഷമുള്ള കുറച്ചധികം വീഡിയോസ്, ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ തുര മില്യൺസ് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നോക്കി തന്നെ കാണാൻ പറ്റും അവരുടെ വീഡിയോസ് കുറേ വ്യൂസ് അത്രയധികം ഇല്ലായിരുന്നു. ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ 1 മില്യൺ കൂടുതൽ കയറിപ്പോയി. അതൊന്നുമല്ല ഇപ്പം ഞാൻ അവിടെ ചർച്ച ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അവരതിനകത്ത് ഇട്ട ഒരു പ്രത്യേക ഒരു എന്ത് പറയുന്നത് ഒരു മൊമെൻ്റ് ഇട്ടുണ്ട്. അവർ കരയുന്നതൊക്കെ ഇട്ടാൽ കുഴപ്പമില്ല, അതെല്ലാവരും ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പെൺകുട്ടി പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. എന്നെക്കൊണ്ട് പറ്റൂല, ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് അല്ല, എന്നെക്കൊണ്ട് പറ്റൂല ചേട്ടാ, എനിക്കിപ്പം നമ്മുടെ മോളുടെ കാര്യം പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അതിനിപ്പോൾ എന്താ അച്ചു, ഞാൻ കൂടില്ലേ. അതൊക്കെ ശരിയാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടിക്ക് ഇങ്ങനത്തുള്ള സിറ്റുവേഷനിൽ എല്ലാ ഹസ്ബൻഡ്സും ഈ പറയുന്ന ആ ഒരു മെൻ്റൽ സപ്പോർട്ടോ അങ്ങനെ ഒന്നും കൊടുക്കാറില്ല, പകുതിയിലധികം സ്ത്രീകൾക്കും കിട്ടാറില്ല. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിലുപരി അയാളും ബാക്കി എല്ലാവരും ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകണവരുണ്ടെന്നോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, എൻ്റെ അനുഭവത്തിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചു എന്നല്ല, ഇതുമായി പ്രഗ്നൻസി പീരീഡുമായി ബന്ധപ്പെട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരമ്മ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അമ്മയാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവൾ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിരിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവളെ മെൻ്റൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മെൻ്റൽ ആ ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കാര്യമുണ്ടല്ലോ, അതെങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും അവളുടെ ശാരീരികമായിട്ടുള്ള കരുത്ത് പോലും നിൽക്കുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് അടി, വഴക്ക്, അതെല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും കരഞ്ഞ് വിഷമിച്ച് ഭയങ്കര ടെൻഷനോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പോലും ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ കുട്ടി സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി അച്ചു എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് ഇവളുടെ കാര്യം പോലും നേരെ നോക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയ്യ എന്ന് പറയുന്ന സമയത്ത് ശാരീരികമായിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ആ പെൺകുട്ടിക്ക് ഉണ്ടെന്ന് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ഡിപ്രഷൻ ആ ഒരു സ്റ്റേജ്, ഇത് ഡെലിവറിക്ക് ശേഷം മാത്രം വരുന്നൊരു കാര്യമല്ല. നമുക്കറിയാം എല്ലാ മനുഷ്യരിലും ഡിപ്രഷൻ എന്ന് പറയുന്നൊരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജ് ഡെലിവറി ടൈമിൽ ഭയങ്കരമായിട്ട് വലിയ രീതിക്ക് പോകുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ കൊലപാതകങ്ങളിലേക്ക് മറ്റും പോകുന്നതെന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, ആ പീരീഡ് എന്ന് പറയുന്നത് അത്രയും ഭയാനകമായിട്ടുള്ള ഒരു പീരീഡാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. അത് കടന്നു പോയവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇനി അപ്പം മാത്രമല്ല ഒരു സ്ത്രീക്ക് ഡിപ്രഷൻ മൂഡ് ഉണ്ടാവുന്നത് ഡെലിവറി ടൈമിന് ശേഷം മാത്രമല്ല, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലും ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നീ ഭർത്താവിൻ്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടാതിരിക്കുന്ന സമയത്ത്, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കരഞ്ഞ് വിളിച്ച് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിയുടെ കരച്ചിൽ ഇത്രയും ഭയാനകമായിട്ട് കണ്ട സമയത്ത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയതല്ല. ഇത്രയും രീതിക്ക് പിന്നെ അവർക്ക് കട്ട് ചെയ്ത് അത് ഇട്ടുകൂടിയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ട് ഇട്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അത് കണ്ട സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി. കാരണം ഈ ഒരു പീരീഡിലൂടെ, ഈ ഒരു സംഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പ്രതീക്ഷിക്കാതെ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയതല്ല സംഭവമല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ശ്രീനഗറിലാണ് വർക്ക് ചെയ്യുന്നത്. അന്യ സംഭവമായിട്ടുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ അവർ താമസിക്കുന്നത് പോലും നേരെയുള്ള ഈ പറയുന്ന എന്താ പറയുക, നമ്മൾ താമസിക്കുന്ന പോലെ വീട് അങ്ങനത്തെ സംഭവമല്ല. അവർ മണ്ണിനടിയിൽ, അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയോ അവൻ്റെ അകത്ത് വീട് പോലെ ഉണ്ട്, അതിനകത്താണ് അവർ പൂട്ടിയിട്ടൊക്കെയാണ് താമസിക്കുന്നത്. എന്തോ ഇത് വെച്ചിട്ട് അടച്ച്, ഈ മഞ്ഞ് കാറ്റടിച്ച് പോലും കയറാതെ അത്രയും എന്തോ കാറ്റ് പോലും ഭയങ്കരമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നെറ്റ് എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഇല്ല. അപ്പം
വൈഫൈ കണക്ട് ചെയ്ത് അത് മേടിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ വൈഫൈ കണക്ട് ചെയ്തിട്ട് പോലും വിളിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം ആകെയുള്ളൊരു ജനലുണ്ട്, ആ ജനലിനകത്ത് അതും ഇങ്ങനെ കാറ്റടിച്ച് മഞ്ഞ് കയറിക്കൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്ക് സംസാരിക്കുന്ന ആളുടെ മുഖം ഫുള്ള് വെള്ള കളറായിക്കൊണ്ടിരിക്കും. കാരണം മഞ്ഞ് മൂടിയിട്ട് കാറ്റ് അത്ര ഭയങ്കര പ്രശ്നമാണ്. അപ്പുറത്തേക്ക് ആൾക്ക് ഈ മഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വെളിയിൽ വന്ന് അത്രയും കഷ്ടപ്പെട്ട് സംസാരിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. ആ സമയത്തും ഈ പറയുന്ന അവരെ ഇത്രയും ഭാഗത്തോളം മൂടുന്ന രീതിക്ക് മഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഇത് കൂടുതൽ ഇതിനകത്ത് ആ കാലിനായി കഴിഞ്ഞ് ചൊറിച്ചിൽ പോലെ ദേഹം മൊത്തം വരുന്നത്, തൊലി ഇളവുന്ന, അങ്ങനെ കുറേ സിറ്റുവേഷൻസാണ് അവർ പോണേന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഇത് കൂടുന്നതനുസരിച്ച് ഈ ഒരു വിളിക്കുന്ന സമയത്ത് കിട്ടാതിരിക്കുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായ സമയത്ത് ഓൾറെഡി ഞാൻ ആ സിറ്റുവേഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പറയുന്ന പ്രഗ്നൻറ്റിൻ്റെ ആ പീരീഡിൻ്റെ തുടങ്ങിയിട്ടുള്ളൂ, ഒരു 3 മാസം 4 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേ ഞാൻ ഈ ലെവലിലോട്ട് ഏകദേശം ആയി തുടങ്ങി. കാരണം ആ സമയത്ത് ഒരു പെണ്ണായിട്ടുള്ള വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഭർത്താവിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സാമീപ്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒന്നാമത് ശ്രീനഗർ പോലൊരു സ്ഥലം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് അങ്ങനത്തുള്ള കാര്യങ്ങൾ ചറവറ വാർത്തയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൾ നിന്നത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ അതൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്ത് പറ്റി എന്താണെന്നുള്ള അറിയാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാനുള്ളൊരു ഇതില്ല. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഓൾറെഡി യൂട്രസിൽ മുഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞിനെ ഇങ്ങനെ ഇതായി വരുന്ന സമയത്ത് തന്നെ ആദ്യത്തെ നമ്മുടെ സ്കാനിങ്ങിൽ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി എനിക്ക് സൈഡ് എഫക്റ്റ് മരുന്നിൻ്റെ കാര്യങ്ങളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇറിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല. രാവിലെ മൊത്തം ഈ പറയുന്ന അലർജി ആയിട്ട് ദേഹം മൊത്തം കുരുക്കൾ പോലെ വന്ന് എനിക്ക് ചൊറിയാൻ തുടങ്ങും. ഇങ്ങനെ കുറേ ഇഷ്യൂസ്, കാല് ഫുള്ള് നീര് കയറുക, ഇങ്ങനെ എന്തൊക്കെ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിലൂടെ ഞാൻ പോയിട്ടുണ്ട്. മന്ത് പിടിച്ച പോലെ എൻ്റെ കാലിനകത്ത് ഫുള്ള് നീര് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ കുഞ്ഞിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ സമയം കടിച്ചു പിടിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ പോട്ടെന്ന് വെച്ചിട്ട് വല്ലപ്പോഴും ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ഏകദേശം അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെയും എന്തൊക്കെയോ ഒരു ഇതുകൊണ്ട് പിന്നെ ആൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ആ ഒരു ടൈം പീരീഡ് പോയതിന് ശേഷവും ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്നിൽ എന്ത് മാറ്റമോ സംഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് മാത്രമേ അറിയൂ, എനിക്ക് കുഞ്ഞ് കരയുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്, എനിക്ക് തലവേദന ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് ചില ടൈമിൽ. എന്നിട്ട് ആൾ കുറച്ച് ലീവേ ഉള്ളൂ, എന്നിട്ട് വന്നിട്ട് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഈ സിറ്റുവേഷൻ തന്നെയാണ്, വിളിക്കാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റത്തില്ല. അപ്പം എനിക്ക് എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ നോക്കുന്ന സമയത്തൊക്കെ ഓൾറെഡി ദേഷ്യമാണ് വരുന്നത്. ചില സമയത്തൊക്കെ ഈ ഇറിറ്റേഷൻ വരുന്ന സമയത്ത് അതൊരു പ്രത്യേക ടൈമിൽ എന്തോ എനിക്കങ്ങനെ തോന്നും. അപ്പം അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് അമ്മയൊക്കെ എടുത്തിട്ട് പോകും, എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ റൂമിനകത്ത് ഞാൻ ചുമ്മാ ചാരി ഇരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അതെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ എന്തിനാണ് കരഞ്ഞതെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ചില സമയത്ത് നമ്മൾ വല്ലാത്ത രീതിക്ക് ഇതായിപ്പോവും. പക്ഷേ അപ്പോഴും ഞാൻ ഈ കരയുന്ന ടൈമൊന്നും ആരും കാണുന്നില്ല. ഇതെനിക്ക് മാത്രം അറിയുന്ന ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ ബാത്റൂമിൽ പോയി കിടന്നായിരിക്കും കരയുന്നത്, ഇതൊന്നും അറിയത്തില്ല, പൈപ്പ് തുറന്നിട്ടായിരിക്കും കരയുന്നത്. ഇങ്ങനെ കുറേയധികം മാറ്റങ്ങൾ എന്നിലോട്ട് വന്നുകൊണ്ടിരുന്നു. ഈ മാറ്റങ്ങൾ ഞാൻ വെളിയിൽ ഒരാളെ പോലും അറിയിച്ചില്ല, എൻ്റെ മാറ്റങ്ങൾ. അത് അങ്ങനെ നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ എന്നിലൂടെയാണ് മനസ്സിലാക്കിയെന്ന് പറയുന്നത്. ഇനി ഡോക്ടേഴ്സിന് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ പരമാവധി കൺട്രോൾ ചെയ്യുമായിരുന്നു. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരെ അറിയിക്കേണ്ടെന്ന് എനിക്ക് തോന്നിയ സംഭവമാണ്. കാരണം എനിക്ക് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഇത് കൂടി വന്നപ്പോൾ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിന് തന്നെ മനസ്സിലായി എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്ന്. പിന്നെ വേറെ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ഏകദേശം 2.25 വയസ്സ് കഴിഞ്ഞ സമയത്താണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് കഴിഞ്ഞു. എനിക്ക് ഗുളിക വന്നിട്ടുണ്ടായിരുന്നു, ഡിപ്രഷനാണെന്ന് മനസ്സിലായി. അത് അങ്ങേയറ്റം ലെവലിൽ നിൽക്കുവാണ്. കാരണം കുഞ്ഞ് ജനിച്ചിട്ട് 2.25 വർഷം കഴിഞ്ഞു. ഇത്രയും കാലത്തൊരു സംഭവമുണ്ട്. അപ്പം അങ്ങേയറ്റത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുളിക ഫുള്ള് കഴിക്കുക. ഗുളിക കഴിച്ചതിന് ശേഷം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീർത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും. പിന്നെ മുടി ഫുള്ള് കൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പുറത്തേക്ക് എനിക്ക് എണീക്കാൻ പറ്റത്തില്ല. രാവിലെ ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എനിക്ക് ബോധം നേരെ വെക്കുന്നത്. കിറങ്ങിയിരിക്കും. അത്രയും ഡോസിലാണ് ആ മരുന്നിൻ്റെ എഫക്റ്റ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് നല്ല രീതിക്ക്. പിന്നെ അടുത്ത വട്ടം പോയി ഡോക്ടറോട് ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് കണ്ണുറക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഡോസ് കുറച്ചു സ്വാഭാവികമായിട്ടും. അപ്പം അതിന് ശേഷമാണ് പിന്നെ കുറച്ച് ഓക്കെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, അതിനാണ് ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇങ്ങനത്തുള്ള സംസാരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങിയത് അത് അതിന് മുന്നേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് ഞാൻ കുറച്ച്, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ സ്റ്റേജിന് എനിക്ക് മറ്റാരും കാണിക്കാതെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയത്. എനിക്ക് അപ്പോഴും ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ടൈം. അപ്പം കുറച്ച് ടൈമിൽ ഞാൻ ഓക്കെ ആവുന്നുണ്ട്. ഇങ്ങനെ
ഈ ഒരു സിറ്റുവേഷനാണ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആൾക്കാരും എല്ലാവരും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഒരു സംഭവത്തിന് എനിക്ക് കൂടുതൽ ലെവലിലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്തൊരു ഇതുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിന് ഉത്തരവില്ല. പക്ഷേ ഈ പെൺകുട്ടി കരഞ്ഞ സമയത്ത് എനിക്ക് എന്നെയാണ് ഓർമ്മ വന്നതെന്ന് പറയുന്നത്. ഇത് എന്ത് പറയുന്നത്, അവൾ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇനി ആരെ കൂടെ നിന്നിട്ടും കാര്യമില്ല. ആ കുഞ്ഞിനെ ബാധിക്കും, അത് ആ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. കാരണം ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും ആ സ്ത്രീക്ക്. സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടേയിരിക്കും. ഹോർമോൺ ചേഞ്ച് വരുമ്പോൾ അതിലപ്പുറത്തേക്കാവും. ഒരു കുഞ്ഞ് കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആ കുഞ്ഞ് നമ്മുടെ കയ്യിലല്ല ഒന്നും ഇരിക്കുന്നത്. ഈ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്കൊന്നും അല്ല പോണേന്ന് പറയുന്നത്, മറ്റൊരു ലെവലിലേക്ക് പോകും. ഹോർമോൺ ചേഞ്ച് ഉണ്ടാവുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പം നമുക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാത്ത ലെവൽ വരും. ഒരു കുഞ്ഞ് അത് സുരക്ഷിതമായിട്ട് ഇപ്പം വളരുന്ന കുഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വയറ്റിൽ വരുന്ന കുഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം സ്വാഭാവികമായിട്ടും നല്ല സപ്പോർട്ടെന്നല്ല പറയണല്ലോ, അങ്ങേ അപ്പുറത്തെ സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ആ പെൺകുച്ചിന് നേരെ ചൊവ്വേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് ഞാൻ പറഞ്ഞു, ഇതൊരു വിമർശനമായിട്ടോ ഇതൊരു ഭയങ്കര തെറ്റായിട്ടുള്ള രീതിക്കല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സിറ്റുവേഷൻ കൃത്യമായിട്ട് മറ്റൊരു ലെവലിലൂടെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് ഞാൻ. മെൻ്റലി തളർന്നു പോകുന്ന, തകർന്നു പോകുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറൊരു സംഭവം ഇതിനകത്തില്ല. ഈ വീഡിയോ നിങ്ങൾ കാണുമെന്ന് പോലും എനിക്കറിയത്തില്ല. അഥവാ കാണുവാണെന്നുണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് എടുക്കുക. കാരണം ഞാൻ കൂടെ ഉണ്ടെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് പ്രത്യേക സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷൻ എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയുന്നൊരു കാര്യമല്ല. ഒന്ന് മാത്രം അറിയാം, ചില ടൈമിൽ 24 മണിക്കൂറുള്ള ഉറങ്ങാതിരിക്കുന്നവർ, അല്ലെങ്കിൽ 24 മണിക്കൂർ ഒരു ദിവസം എന്ന് പറയുന്ന സംഭവത്തിനകത്ത് ഈ അത്രയും പീക്കിൽ പോകുന്ന ഡിപ്രഷൻ്റെ മറ്റൊരു സ്റ്റേജ് വരുന്നത് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രമായിരിക്കാം. ആ 5 മിനിറ്റിൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു ലെവലാണ്. ആ ലെവലിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഡോക്ടറിനെ കാണിക്കുക, കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി ഞാൻ പറഞ്ഞു വെക്കുന്നതാണ്, തെറ്റായി കാണരുതെന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ടാറ്റാ.